ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഷാർജ ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ വേറൊരു ഭാഗമാണ് കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയൊരു മ്യൂസിയമാണെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മൾ വേറൊരു ഏരിയയാണ് കാണാൻ പോകുന്നത്. ഇത് സെക്കൻഡ് ഫ്ലോറിലാണ്. സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ. ഓക്കെ, ഇവിടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ ലെഫ്റ്റിലായിട്ട് കാണാൻ പോകുന്നത് ഒരു വിഷ്വൽ മീഡിയയാണ്. ഇവിടെ പോട്ടറിയും അതുപോലെ നൈഫ് ആയുധങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ്റെ വീഡിയോ ആണ് കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നത് വാൾ ഹാങ്ങിങ് ഡെക്കറേഷൻസാണ് നമ്മൾ കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. കാലിഗ്രാഫി, അറബിക് കാലിഗ്രാഫിയിൽ ചെയ്തിരിക്കുന്ന ഒരുപാട് ഡെക്കറേഷൻ പീസസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ജാളി വർക്ക്സ്, ഡിഫറെൻറ്റ് മോഡൽ ജാളി വർക്ക്സ് നമുക്ക് കാണാം. ഷോ പീസസ് പോലുള്ള ഒരുപാട് ഇതുപോലെ ക്ലേ പോട്ടിലുണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ മുകളിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻ പീസസ്, വാൾ ഹാങ്ങിങ്സ് ആണ്. വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരുപാട് പെയിൻറ്റിങ്സുകൾ ഒക്കെ, പിന്നെ കാലിഗ്രാഫി സ്റ്റൈൽസും ഖുർആൻ്റെ ഒരുപാട് വ്യത്യസ്തമായ ആദ്യകാലങ്ങളിലൊക്കെ എഴുതിയിരുന്ന ഒരു താളിയോലയിലുള്ളൊക്കെ ആദ്യത്തെ ഖുർആനും ക്ലേ പോട്ടുകളും, അതുപോലെ അറബിക് കാലിഗ്രാഫി ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത പാത്രങ്ങളും ബൗൾസും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഒരുപാട് ക്രോക്കറി സെറ്റുകളും കിച്ചൺ യൂറ്റൻസിൽസ് ഒക്കെ വളരെ കളർഫുള്ളായി ഫ്ലവറി ഡെക്കറേഷൻസും വെറൈറ്റി ഡെക്കറേഷൻസൊക്കെ കാണുന്ന പോലെ തന്നെ പണ്ടുള്ളവരും അറബിക് കാലിഗ്രാഫി ഉപയോഗിച്ചിട്ട് ഈ സെറാമിക് ബൗൾസുകളൊക്കെ വളരെ മനോഹരമായ കളറുകളിൽ ഡിസൈൻ ചെയ്തിരുന്നു എന്നാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ വളരെ ഒരു സ്പെഷ്യലായി തോന്നുന്നു, ഓരോ ഡിസൈൻസും ഒക്കെ. ഇതൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ വാൾ ഹാങ്ങിങ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലിഗ്രാഫി സ്റ്റൈൽസുകൾ ഇവിടെ കാണാം. ക്ലേ പോട്ട്സുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ താളിയോലയിൽ ഉണ്ടാക്കിയ ഖുർആൻ്റെ പേജസുകളാണ്. അതുപോലെ ക്ലേ പോട്ട്സും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിൻ്റെ കിച്ചൺ യൂറ്റൻസിൽസും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻസൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കതിന് ഓരോന്നിനും വ്യത്യസ്തമായ ഡിസൈൻസാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മളതൊക്കെ ഇങ്ങനെ വായിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോസ് ഇന്നൊന്നും തീർക്കാൻ കഴിയില്ല, അത്ര അധികമുണ്ട്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു 4 hours മേലെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്, നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും. വളരെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യും. അതിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും പല കോളേജ് ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ വന്നിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. പല മെറ്റലിൽ പല ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സുകൾ, നെക്ക് പീസസും അതുപോലെ ഡ്രസ്സസും ആംഗ്ലറ്റ്സും ഫിംഗർ റിങ്സും തുടങ്ങി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസിൽ നമ്മൾ പല രീതിയിൽ ഡിസൈൻസ് ചെയ്തെടുത്ത, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാത്രങ്ങൾ, വാൾ പീസസ്, അതുപോലെ ഡെക്കറേറ്റീവ് പോട്ട്സ്, ഷോ കേസ് ഐറ്റംസ്, അതൊക്കെ നമ്മളിവിടെ കൂടുതലായിട്ടും അപ്പർ ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ആർക്കിടെക്റ്റൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് മോഡലിലുള്ള മോസ്കൊക്കെ, ഇറാഖിലുള്ളൊരു മോസ്കിൻ്റെ പിക്കാണ് നമ്മളിവിടെ കണ്ടത്. വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കുന്നു അല്ലേ ഇത്?
സ്നെയിലിൻ്റെ ഷേപ്പിലൊക്കെയുള്ള ഇറാഖിലെ മോസ്കിൻ്റെ ഡിസൈനാണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ തന്നെ പഴയ ആൾക്കാർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇൻഡോർ ഗാർഡൻസിനും ഔട്ട്ഡോർ ഗാർഡൻസിനും ഒക്കെ പ്രയോറിറ്റി കൊടുത്തതെന്ന് നമുക്കിവിടെ ഓരോ ഡിസൈൻ ഹോസ്പിറ്റൽസ് ആണെങ്കിലും മോസ്ക് ആണെങ്കിലും പല ബിൽഡിങ്സ് ആണെങ്കിലും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ടൈമില്ലാത്തവർക്ക് ഇങ്ങനെ വിഷ്വലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ജാളി വർക്ക്സ് ഇപ്പോഴും ഇതൊക്കെ വീണ്ടും മോഡേൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ജാളി വർക്ക്സിലേക്ക് പോകുന്നുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ജാളി വർക്ക്സ് മോഡൽസൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നത്. പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കോയിൻസും അതുപോലെ ഇതൊക്കെ ബ്രേസ്ലെറ്റും ഫിംഗർ റിങ്സും ഒക്കെയാണ് അങ്ങനെ കാണുന്നത്. ഡിഫറെൻറ്റ് മോഡലായി തോന്നുന്നു അല്ലേ? ഡിഫറെൻറ്റ് പെൻഡൻസും അതുപോലെ ഫിംഗർ റിങ്സും കോയിൻസും ഇതിലുള്ളിൽ എല്ലാം ചെയ്തിരിക്കുന്നത് അറബിക് കാലിഗ്രഫിയാണ് മെജോറിറ്റിയിലും കാണുന്നത്. ഡിസൈൻസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന അറബിക് കാലിഗ്രഫിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, പഴയ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോഴിവിടെ വെഡ്ഡിങ് ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ. ഇപ്പോൾ ഗ്രൂമൊക്കെ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ മോഡൽ ഡ്രസ്സസ് അല്ലേ, കണ്ടില്ലേ? ഇതൊക്കെ പഴയ മെറ്റൽ പ്ലേറ്റ്സുകളാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസസും ടൈൽ വർക്ക്സും ഒക്കെയാണ്, ടൈൽ ഡിസൈൻസ്, ബൗൾസും ജഗ്സുകളും. ഡിഫറെൻറ്റ് കളറല്ലേ, ബ്യൂട്ടിഫുൾ കളറായി തോന്നി. കുറേയൊക്കെ ഡാമേജായി പോയിരിക്കുന്നു കേട്ടോ, ഒരുപാട് പഴയതാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു പാത്രമല്ലേ, പിച്ചള പാത്രം എന്ന് പറയുന്നത്, അങ്ങനത്തെ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്സാണ്. അതിലും ഡിഫറെൻറ്റ് മോഡലിലുള്ള ഷോ പീസസും ഉണ്ട്, ഒരുപാട് ബേർഡ്സിൻ്റെയും ഓർണമെൻ്റൽ സ്റ്റൈലും. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിഞ്ഞിരുന്നു അല്ലെ, ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ. ഇതൊക്കെ ഡെക്കറേഷൻ പീസസ് ആണ്. ഇതൊക്കെ ടൈൽസിൻ്റെ മോഡൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന, ടൈൽസിൻ്റെ ഡിസൈൻ സ്റ്റൈൽസൊക്കെ. നമ്മുടെ നാട്ടിലിപ്പോൾ പ്ലെയിൻ ടൈൽസ് ആണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതൊക്കെയാണ് ഫോറിൻ കൺട്രീസിലൊക്കെ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തിരുന്നത് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഡെക്കറേഷൻ ലൈറ്റ്സിൻ്റെ ഫോട്ടോ ആണ്. ബട്ട് ദർ ഇസ് നോട്ട് ദർ അറ്റ് പ്രസൻറ്റ്. ഇതൊക്കെ പെയിൻറ്റിങ്സ് ആണ്, കണ്ടില്ലേ? ഒരു ബ്യൂട്ടിഫുള്ളാണ് ചിലതൊക്കെ കാണുമ്പോൾ. ഇത് സിൽവർ വിത്ത് ക്ലോത്തും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഫേർണിച്ചേഴ്സാണ്. പണ്ട് യൂസ് ചെയ്തിരുന്ന ഫേർണിച്ചറാണ് ഡിസ്പ്ലേയിൽ ഇപ്പോൾ. ഇതൊക്കെ കണ്ടില്ലേ, ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സുകളാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ ആയുധങ്ങളും മാലകളും ഒക്കെ, ഈ ബെൽറ്റ്, അരപ്പട്ട, അങ്ങനെ യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. അതിനുവേണ്ടി യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നൈഫുകളും കത്തികളും.
അതിൻ്റെ വെറൈറ്റി മോഡൽസുകളാണ്. യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസും അവർ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷനും യൂസ് ചെയ്തിരുന്ന ഓരോ വെപ്പൺസും അതുപോലെ അവരുടെ ഹെൽമറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. മെറ്റൽ കൊണ്ടുള്ള ഡ്രസ്സസൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെയാണല്ലോ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ മെറ്റൽ കൊണ്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ഇട്ടിട്ടൊക്കെ ആൾക്കാർ യുദ്ധം ചെയ്യുന്നത്. അതുപോലത്തെ സംഭവങ്ങളാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ വാളുകളും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ഐറ്റംസും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും തീരില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും വായിച്ച് പറയാത്തത്. അതുപോലെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്ത്രങ്ങളും അതുപോലെ അവരുടെ സ്പെഷ്യൽ ഒക്കേഷനിലിടുന്ന ഈ കിങ്ങിനെ പോലുള്ളവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സസിൻ്റെയൊക്കെ പിക്ചേഴ്സും അതിൻ്റെയൊക്കെ ചെറിയ ഓരോരോ സാമ്പിൾസും ഒക്കെ ഇവിടെ കാണാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോസ്കിൻ്റെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ബ്യൂട്ടിഫുള്ളായി സെറ്റ് ചെയ്ത പല രാജ്യങ്ങളിലുള്ള പള്ളികളുടെയും ഹോസ്പിറ്റൽസിൻ്റെയും സ്കൂൾസിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സെറ്റിങ്സാണ് ഇവിടെ കാണുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഓർണമെൻ്റൽ സെക്ഷൻ, വാൾ ഹാങ്ങിങ്സ്, അങ്ങനെ എല്ലാം കൂടെ ഇടകലർത്തിയാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയയിലല്ല കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പല പല ഗാലറികളായിട്ട് 4 ഗാലറീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 4 ഗാലറീസിലായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിലല്ല അതൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഡ്രസ്സസും വെപ്പൺസും എല്ലാം ഇങ്ങനെ ടുഗദറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലോർ മാറ്റുകളുടെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫോറിൻ കൺട്രീസിൽ നമ്മൾ യൂഷ്വലി മെജോറിറ്റി കാണുന്നത് ഇങ്ങനെയാണ്. കോമൺ ആയിട്ട് ഫ്ലോർ മാറ്റ് ഇല്ലാത്തൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഫ്ലോർ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ റൂംസിലാണെങ്കിലും അക്കോമഡേഷൻസിലാണെങ്കിലും ഒക്കെ ഫ്ലോർ മാറ്റിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് തോന്നുന്നത് ഈ രാജ്യത്ത്. ഇപ്പോൾ കണ്ടില്ലേ, ഗ്ലാസസും കപ്സും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഏരിയ ആണിത്. വളരെ മനോഹരമായ ഗ്ലാസും ടീ കപ്സും ഒക്കെ കണ്ടു. പിന്നെ ഇപ്പോൾ പള്ളിയുടെ വീണ്ടും ഒരു മോഡലിലേക്ക് വന്നു. ഇവിടെ കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ തന്നെ ഇങ്ങനത്തെ തന്നെ മോഡലിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടുകൾക്കൊന്നും ഈ മോഡൽസ് ഒന്നും കൊടുക്കാറില്ലെങ്കിലും വീണ്ടും വെപ്പൺസ്, അതായത് നൈഫും അത് യുദ്ധത്തിന് യൂസ് ചെയ്യുന്ന കുറേ വെപ്പൺസും ഒക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ വീണ്ടും എത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലല്ല അതൊന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം മിക്സായിട്ടാണ് പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർഡറായിട്ടാണെങ്കിൽ നമുക്കെല്ലാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു പോകാൻ ഈസി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം കിട്ടിയ സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ ഫ്രീ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നടന്നിട്ട് ശരിക്കും അടുത്ത് പോകുന്നു, അത്രയും നടന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഏരിയ ഉണ്ട്. ഇരുമിച്ച് സൈലൻ്റാണ് ഇവിടെ. ആൾക്കാരെല്ലാം വളരെ മെല്ലെ സംസാരിക്കുന്നത്, ആരും ഉറക്കെ സംസാരിക്കുന്നില്ല. സൈലൻ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇതൊക്കെ ഗൺസിൻ്റെ ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടില്ല, നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കളരിപ്പയറ്റൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സസും അതിൻ്റെ ഒരു പ്രിവെൻഷൻ ഐറ്റംസും ഒക്കെ പിന്നെ
ഒരു വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ, ചെറിയ തിരക്കേ ഉള്ളൂ. പെർ പേഴ്സൺ 10 dirhams ആണ് ടിക്കറ്റ് ഫെയർ ഉള്ളത്. ഇവിടെ ഒരു സംഭവം, ഇവിടെ ഒരു കോഫി ഷോപ്പും പിന്നെ ഒരു വലിയൊരു ഏരിയയിലേക്ക് ഇതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങി പോകാമെന്നേ ഉള്ളൂ. ആരും അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. താഴേക്ക് സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, ബട്ട് ഫുള്ളി സറൗണ്ടഡ് വിത്ത് ക്യാമറാസാണ്. നമ്മുടെ ഓരോ മൊമെൻറ്റ്സ് അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും ടച്ചൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നോക്കാം. നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നതിന് ഒബ്ജെക്ഷൻ ഇല്ല, ഫോട്ടോസ് എടുക്കുന്നതിനൊന്നും ഒബ്ജെക്ഷൻ ഇല്ല. ഇതെല്ലാം ഗ്ലാസ്സിനുള്ളിലാണുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ ഔട്ട് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാനും വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് കണ്ടില്ല, മാറ്റാണ് നമ്മൾ കാണുന്നത്, വെറൈറ്റി ആയിട്ടുള്ള. ഇത് മാത്രമല്ല മക്കയിലെ ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഓരോ ഖുർആൻ ആയത്തുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ, അതായത് പടുതകളെ പോലുള്ള സംഭവങ്ങളും, അതുപോലെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ, അങ്ങനത്തെ കുറേ സാധനങ്ങളും. ഇതൊക്കെ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. വീണ, അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി കേട്ടോ. ഈ ഷേപ്പിലൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. പിന്നെ ഈ എന്താണ് ഗോൾഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബോക്സസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ കാണാൻ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്ത്, ഞങ്ങൾ 4 hours ഇവിടെ സ്പെൻഡ് ചെയ്തത്. ബട്ട് അത്രയൊന്നും മതിയാവില്ല. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകാൻ അത്രയൊന്നും സമയം മതിയാവില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഓരോന്നും. ബട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് കേട്ടോ, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതൊക്കെ ബോറിംഗ് ആയി തോന്നും. നമ്മുടെ ആൻറ്റിക് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്താൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്കിനി ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് ഇനിയും കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയ ഒരു ഏരിയ ആണിത്. ഒരു ക്രൗഡൊന്നും ഇല്ലാതെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഓരോന്നിങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ പീസസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെയും കണ്ടിട്ടൊന്നുമില്ലല്ലോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ പീസസ് ആണ്. ഒരു ഷോക്കേസ് പീസസ് പോലെ വീണ്ടും കണ്ടില്ലേ ഇത് കാലിഗ്രാഫിക്ക് യൂസ് ചെയ്ത പെൻസുകളും അതിൻ്റെ ഇങ്കൊക്കെ യൂസ് ചെയ്ത മെത്തേഡ്സിനെ കുറിച്ചൊക്കെ അതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. കാലിഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ക്രേസി ആയിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ. വീണ്ടും ഡ്രസ്സസിലേക്ക് വന്നു, ലേഡീസ് ഉപയോഗിച്ച ഡ്രസ്സസ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഡിസൈൻസും ഒക്കെയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മെനി ടൈപ്പ് ഓഫ് സ്റ്റാർസും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായി കാണാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. Okay, thank you. Bye-bye. Take care.